ഹരേ കൃഷ്ണ. നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം നോക്കാം. നമ്മൾ 2 ശ്ലോകങ്ങളിലായിട്ട് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ നരനാരായണ മൂർത്തിയായിട്ടുള്ള ആ അവതാരത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് നരനാരായണ അവതാരം എടുത്തത് എന്ന് പറയുകയാണ്. അഥവാ ആ അവതാരത്തിൽ ഭഗവാൻ നടത്തിയ ഒരു ലീല, ഭഗവാന്റെ മുഖ്യമായ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്നുകൂടി ഒന്ന് കാണിച്ചു തരികയാണ്. ഇവിടെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിവർത്തി മാർഗത്തിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാവണമെന്നുള്ളത് തന്നെയാണ് മുഖ്യമായ ഒരു ലക്ഷ്യം. പക്ഷേ ഈ ഒരു അവതാരത്തിന് മറ്റൊരു ഉദ്ദേശ്യം കൂടി ഉണ്ടായിരുന്നു. അത് എന്താണ് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. മൂന്നാമത്തെ ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. നമുക്കിനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ദൈത്യം, ദൈത്യം എന്നാൽ ദൈത്യനെ എന്ന് പറഞ്ഞാൽ അസുരനെ. സഹസ്രകവചം, സഹസ്രം എന്നാൽ 1000. ഇത് ഒരു പേരാണ്. സഹസ്രകവചൻ എന്ന, സഹസ്രകവചം എന്നിവിടെ പറഞ്ഞ് സഹസ്രകവചൻ എന്ന അസുരനെ. ഇവിടെ സഹസ്രകവചം എന്ന പേരിൽ തന്നെ ആ അസുരൻ്റെ ഒരു ആ പ്രത്യേകത എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ പേര് തന്നെ. സഹസ്രം എന്നാൽ 1000, കവചം എന്നാൽ ഒരു പോർച്ചട്ട, ഒരു ആവരണം. അപ്പോൾ 1000 പോർച്ചട്ടകൾ കൊണ്ട് ഒരു ആവരണം ധരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ 1000 പോർച്ചട്ടകൾ ധരിച്ചിരിക്കുന്ന, 1000 കവചങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു അസുരനാണ് ഈ സഹസ്ര കവചൻ എന്ന് പറയുന്ന അസുരൻ. അങ്ങനെയുള്ള ആ അസുരനെ കവചൈ പരീതം, കവചൈഹി എന്ന് പറഞ്ഞാൽ കവചങ്ങളാൽ, പരീതം ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1000 സഹസ്ര കവചൻ എന്ന അസുരൻ തൻ്റെ ചുറ്റും ഇങ്ങനെ കവചങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എത്ര 1000 കവചങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ അസുരനെ സഹസ്രവത്സര തപസ്സമരാഭിലവ്യൈഹി, സഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ. സഹസ്രം എന്നാൽ 1000. അപ്പോൾ ഈ ഒരു അസുരന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അസുരൻ്റെ ഈ 1000 കവചങ്ങൾക്ക് അതെന്താണെന്നാണ് പറയുന്നത്. സഹസ്രവത്സരം 1000 സംവത്സരങ്ങളുടെ തപസ്സമരാഭിലവ്യൈ. തപസ്സും സമരം എന്നാൽ യുദ്ധം, യുദ്ധം കൊണ്ടും മാത്രം, ലവ്യൈ എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടാവുന്ന. അപ്പോൾ 1000 വർഷത്തെ 1000 സംവത്സരങ്ങളുടെ തപസ്സും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശക്തി കൊണ്ട് 1000 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്താൽ മാത്രമേ ഇതിലൊരു കവചത്തെ മുറിക്കാനാവൂ എന്ന് ഒരു വരം നേടിയിട്ടുണ്ട് ഈ സഹസ്ര കവചൻ എന്ന് പറയുന്ന അസുരൻ. അപ്പോൾ അങ്ങനെ 1000 വർഷം തപസ് ചെയ്ത് കിട്ടുന്ന ശക്തി കൊണ്ട് 1000 വർഷം തുടർച്ചയായി പിന്നെ യുദ്ധം ചെയ്താൽ ഇതിലെ ഒരു കവചം മുറിക്കാനാവും. അങ്ങനെയുള്ള 1000 കവചങ്ങളാൽ ചുറ്റപ്പെട്ട അസുരനാണ് ഈ സഹസ്ര കവചൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മാത്രം മുറിക്കപ്പെടാവുന്ന കവചങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ആ സഹസ്ര കവചൻ എന്ന അസുരനെ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ. പര്യായ നിർമ്മിത തപഃ സമരൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. പര്യായ നിർമ്മിത തപസ്സമരൗ, പര്യായ നിർമ്മിത തപഃ. പര്യായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അല്ലേ, പര്യായം. അതേ അർത്ഥം വരുന്ന അല്ലെങ്കിൽ അതേ ഉപയോഗമുള്ള മറ്റൊന്ന്. ഇവിടെ പര്യായ നിർമ്മിത തപഃ, മാറി മാറി. ഇവിടെ 2 പേരുണ്ട്, നരനുമുണ്ട് നാരായണനുമുണ്ട്. അവർ 2 പേരും മാറി മാറി തപഃ, അതാണ് പര്യായ നിർമ്മിത എന്ന് പറഞ്ഞാൽ. അവർ നമുക്കറിയാം
രണ്ടുപേരും ഒരേപോലെ ഒന്നിച്ച് ജനിച്ചവരാണ്, അല്ലേ? ഒരേ സമയത്ത് ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഒന്നിന് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ഇരട്ടക്കുട്ടികളൊക്കെ പലപ്പോഴും അവരുടെ വികാര വിചാരങ്ങൾ പോലും അതിൽ പോലും പലപ്പോഴും ഒരു ഐക്യം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതേപോലെ ഇവിടെ ഈ രണ്ടു പേരും വേറെയല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ട് ശരീരമായി അവതരിച്ചത്, നരനും നാരായണനുമായി അവതരിക്കാൻ കാരണം ഇതാണെന്ന് പറയുകയാണ്. ഒരാൾ ഇവിടെ തപസ് ചെയ്യുമ്പോൾ ആ തപസ്സിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ട് മറ്റേയാൾ അടുത്ത തുടർച്ചയായ 1000 വർഷങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ മാറി മാറിയാണ്. അപ്പോൾ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ആൾ അടുത്ത തവണ അടുത്ത 1000 വർഷങ്ങൾ തപസ് ചെയ്യും. അതിന് മുൻപ് തപസ് ചെയ്ത ആൾ ആ 1000 വർഷങ്ങൾ ഇവിടെ യുദ്ധം ചെയ്തു. അപ്പോൾ ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരാൾ തപസ് ചെയ്യും. അങ്ങനെ മാറി മാറി രണ്ടുപേരും, നരനാരായണന്മാർ രണ്ടുപേരും തപസ്സും അതുപോലെ സമരവും യുദ്ധവുമൊക്കെ ചെയ്യുന്നവരായി ഭവന്തൗ എന്നാൽ ഭവാന്മാർ, അതായത് ഇവിടെ നരനാരായണന്മാർ. ഈ നരനാരായണന്മാർ മാറി മാറി പരസ്പരമല്ല, രണ്ടുപേരും മാറി മാറി യുദ്ധവും തപസ്സും ചെയ്തുകൊണ്ട് അങ്ങനെ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. ശിഷ്ടൈക കങ്കടമമും, ഇവിടെ ശിഷ്ടൈക കങ്കടം അമും എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശിഷ്ടൈക കങ്കടമമും. ശിഷ്ടൈക കങ്കടം, ശിഷ്ട ഏക കങ്കടമാണ് ശിഷ്ടൈക കങ്കടം. ശിഷ്ട എന്നാൽ അവശേഷിച്ച, ഏക ഒരേയൊരു, കങ്കടം കവചം. അപ്പോൾ അവശേഷിച്ച ആ ഒരേയൊരു കവചത്തോടു കൂടിയ അമും അവനെ. ഇവിടെ അവശേഷിച്ച ഒരേ ഒരു കവചത്തോട് കൂടിയത് എന്ന് പറയാൻ കാരണം 1000 വർഷങ്ങൾ ഇവർ തപസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഒരു ഇവിടെ 1000 വർഷങ്ങൾ വീതം രണ്ടുപേരും മാറി മാറി തപസ്സും യുദ്ധവും ചെയ്തു എന്ന് പറഞ്ഞു നരനാരായണന്മാർ. അപ്പോൾ ആദ്യത്തെ ഒരു 1000 വർഷം കഴിഞ്ഞതിന് തപസ് ചെയ്തതിന് ശേഷം മാത്രമേ യുദ്ധം തുടങ്ങുകയുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശക്തി, അഥവാ 1000 വർഷത്തെ തപസ്സിന് ശേഷം 1000 വർഷം യുദ്ധം, അങ്ങനെയാണ് ഒരു കവചം മുറിക്കാനാവുന്നത്. അങ്ങനെ നമുക്ക് 1000 കവചങ്ങളുള്ള ആ സഹസ്ര കവചൻ്റെ 999 കവചങ്ങളും മുറിച്ചു കഴിഞ്ഞ് പിന്നീടുള്ള ഒരു 1000 വർഷത്തെ തപസ് അവശേഷിക്കുന്നുണ്ട്. ആ തപസ് ചെയ്തതിന് ശേഷം വേണം പിന്നീട് 1000 വർഷം യുദ്ധം ചെയ്യാൻ, അവസാനത്തെ ആ കവചം മുറിക്കാൻ. അങ്ങനെ അതും അവർ നേടി. നരനാരായണന്മാർ ആ അവതാരമൂർത്തികൾ 1000 വർഷം തപസ് ചെയ്ത് ശേഷിച്ച ആ ഒരു കവചത്തെ കൂടി ന്യഹതാം സലീലം, ന്യഹതാം നിഗ്രഹിച്ചു. ആ കവചം കൂടി മുറിച്ചുകൊണ്ട് അവനെ അങ്ങനെ നിഗ്രഹിച്ചു. എങ്ങനെ? സലീലം. നമ്മൾ വരാഹാവതാരത്തിലും കണ്ടു ഭഗവാന്റെ ലീലയെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഭഗവാന്റെ ഒരു ലീലയായിട്ടാണ്, അല്ലേ? ഭഗവാൻ ഒരു വധം ചെയ്തു എന്നല്ല, അല്ലെങ്കിൽ ഭഗവാൻ അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വളരെയധികം പരിശ്രമമോ വേണ്ടി വന്നില്ല. പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്. ഇവിടെയും 1000 വർഷം തപസ്സും യുദ്ധവും ഒക്കെ മാറി മാറി ചെയ്യുമ്പോഴും ഭഗവാനെ അതും അവിടുത്തെ ഒരു ലീലയാണ് എന്നുകൂടി അവസാനം എഴുതി ചേർക്കാൻ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് മറന്നില്ല. കാരണം നടക്കുന്നതൊക്കെയും ഭഗവാനെ അവിടുത്തെ നിശ്ചയമാണ്. ഇതിങ്ങനെ ഈ സഹസ്ര കവചൻ മരിക്കണം എന്നുള്ളത് അവിടുത്തെ കൈകളാൽ മരിക്കണം. മറ്റൊരാളിന് ഇങ്ങനെ തുടർച്ചയായി 1000 വർഷം തപസ്സും 1000 വർഷം യുദ്ധവും ചെയ്യുക എന്നത് ദുഷ്കരമാണെന്ന് നന്നായിട്ടറിയുന്ന ഭഗവാനെ അവിടുത്തെ ഒരു ലീലയായിരുന്നു. ശരി, ഞാൻ തന്നെ 2 ശരീരമായി അവതരിച്ചുകൊണ്ട് ഇത് രണ്ടും ഒരേ സമയം ചെയ്തുകൊണ്ട്, തപസ്സും യുദ്ധവും ഒരേ സമയം ചെയ്തുകൊണ്ട് ആ സഹസ്ര കവചനെ ഇല്ലാതെയാക്കാം. അത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കാലത്തിനതീതനായിട്ടുള്ള ഭഗവാൻ, കാലത്തിൻ്റെ പരിമിതിയില്ലാത്ത ഭഗവാന് 1000 വർഷം തപസ്സെന്നോ യുദ്ധമെന്നോ പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശ്രമകരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ 2 ശരീരമായി അവതരിച്ചു വന്ന് 1000 വർഷം നരനാരായണന്മാരിൽ ഒരാൾ യുദ്ധവും
ഒരാൾ തപസ്സും അതിനുശേഷം ഒരാൾ യുദ്ധവും ചെയ്തുകൊണ്ട് തുടങ്ങി. അങ്ങനെ 999 പിന്നീട് അവശേഷിച്ച ഒരു കവചത്തെ കൂടി ഇല്ലാതെയാക്കിക്കൊണ്ട് ആ സഹസ്രകവചൻ എന്ന അസുരനെ തന്നെ ഇല്ലാതെയാക്കി നിഷ്പ്രയാസം ഭഗവാനെ. അതും അവിടുത്തെ ഒരു ലീല. നമുക്കറിയാം ഈ 1000 കവചങ്ങൾ അല്ലെ, 1000 കവചങ്ങൾ മുറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു കവചം മുറിക്കണമെങ്കിൽ 1000 വർഷം തപസ്സും പിന്നീടുള്ള ഒരു 1000 വർഷം യുദ്ധവും എന്നാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത്തെ ആ ഒരു 1000 വർഷത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുമ്പോൾ മറ്റേയാൾ തപസ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ 10,000 വർഷങ്ങൾ കഴിയുമ്പോൾ 10 കവചങ്ങൾ മുറിച്ചിരിക്കും. അങ്ങനെ 1000 സംവത്സരക്കാലത്തെ തപസ്സും അതിനെ തുടർന്നുള്ള യുദ്ധവും കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരൊറ്റ കവചം മാത്രമായി അവശേഷിച്ചു. അങ്ങനെ 1000 സംവത്സരക്കാലത്തെ ഒരു സംവത്സരക്കാലം യുദ്ധം തപസ്സും പിന്നീട് ഒരു സംവത്സരക്കാലം തുടർച്ചയായി യുദ്ധവും ചെയ്യുന്നിടത്ത് മാത്രമേ ഒരു കവചം മുറിക്കാനാവൂ. അങ്ങനെ 1000 സംവത്സരക്കാലം തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ 999 കവചങ്ങളും മുറിച്ചു മാറ്റി പിന്നീട് അവശേഷിച്ച ഒരെണ്ണം വീണ്ടും ഒരു സംവത്സരക്കാലം കൂടി തപസ്സും പിന്നീട് യുദ്ധവും ചെയ്ത് ഇല്ലാതെയാക്കി നിഗ്രഹിച്ചത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു യുഗം എന്ന് പറയുന്നത് പോലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ ചേരുന്നതാണ്. അങ്ങനെയുള്ള എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാലാണ് ഒരു ചതുർയുഗം പോലും കഴിയുന്നത്. അങ്ങനെയുള്ള എത്രയോ ചതുർയുഗങ്ങൾ ചേരുന്ന ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, 71 ചതുർയുഗങ്ങൾ ചെയ്യുന്ന ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, ആ ബ്രഹ്മാവ് പോലും കാലത്തിനതീതനായ ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെങ്കിൽ എത്രയോ ലക്ഷങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്കും മുൻപും അഥവാ ഈ സർവചരാചരങ്ങളുടെയും സൃഷ്ടിക്കു മുൻപും ഇതെല്ലാം അവസാനം ആ ഭഗവാനെങ്കിൽ ലയിച്ചു കഴിഞ്ഞാലും അവസാനിക്കുന്നത് ഭഗവാൻ ഒന്നു മാത്രമാണ്. അങ്ങനെയുള്ള ഭഗവാന് നമ്മുടെയൊക്കെ ഒരു നിമിഷം പോലെയേയുള്ളൂ ഭഗവാൻ ഈ 1000 സംവത്സരക്കാലം എന്ന് പറയുന്നത്. ഓരോ സംവത്സരവും യുദ്ധവും തപസ്സും മാറി മാറി ചെയ്ത് ഭഗവാൻ അങ്ങനെ ആ സഹസ്ര കവചനെ തന്നെ നിഗ്രഹിച്ചുവല്ലോ. അതും എങ്ങനെ? വളരെ നിഷ്പ്രയാസം എന്ന് എടുത്തു പറയാൻ കാരണം അതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1000 സംവത്സരക്കാലം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നിമിഷത്തിൻ്റെ ഒരംശം പോലും ഇല്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം 1000 സംവത്സരക്കാലം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിനിയും ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈക കങ്കടമമും ന്യഹതാം സലീലം. നമുക്ക് അതിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. നമുക്കറിയാം നമ്മൾ ഈ ഒരു ഇപ്പോൾ അത് 2 ശ്ലോകം വെച്ച് ഓരോ സത്സംഗത്തിലും നമ്മൾ അർത്ഥം വിചാരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി തീർക്കേണ്ടതുണ്ട്. ഇതിൽ പറഞ്ഞപ്പോൾ ആദ്യം ആ ഒരു വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതിൽ ക്ഷമിക്കണം. ഓരോ സംവത്സരക്കാലമാണ് യുദ്ധവും അതേപോലെ തപസ് ചെയ്യുക, പിന്നെ ഒരു സംവത്സരക്കാലം തുടർച്ചയായി യുദ്ധം ചെയ്യുക. അങ്ങനെ 1000 സംവത്സരക്കാലം കൊണ്ട് മാത്രമേ സഹസ്രകവചനെ വധിക്കാനാവൂ എന്നുള്ള ഒരു വരമായിരുന്നു സഹസ്രകവചൻ നേടിയിരുന്നത്. അത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ രണ്ടാമത്തെ വരിയെടുക്കുമ്പോൾ സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക, പദങ്ങൾ മുറിക്കാതിരിക്കുക. പിന്നെ അവിടെ ഒരു വിസർഗമുണ്ട്, അതും കൂടി ശ്രദ്ധിക്കുക. അടുത്തത് 3ാമത്തെ വരിയിൽ വരുമ്പോൾ അതുപോലെ പര്യായ നിർമ്മിത തപസ്സമരവും അവിടെയും ചേർത്ത് വായിക്കുക.
അതിൻ്റെ അടുത്തതിൽ വരുമ്പോൾ ശിഷ്ടൈക കങ്കടമമും, അവിടെ ആദ്യത്തെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, അമും ആണ്. ഇതത്രയുമാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അന്വയക്രമത്തിലെ അർത്ഥം നോക്കുമ്പോൾ ഭവന്തൗ സാഹസ്രവത്സര തപ സമരാഭിലവ്യൈ കവചൈഃ പരീതം സഹസ്രകവചം ദൈത്യം പര്യായ നിർമ്മിത തപസ്സമരൗ ശിഷ്ടൈക കങ്കടം അമും സലീലം ന്യഹതാം. ഒന്നുകൂടി പറയാം. ഭവന്തൗ സാഹസ്രവത്സര തപ സമരാഭിലവ്യൈ കവചൈഃ പരീതം സഹസ്രകവചം ദൈത്യം പര്യായ നിർമ്മിത തപസ്സമരൗ ശിഷ്ടൈക കങ്കടം അമും സലീലം ന്യഹതാം. ഇനി അടുത്ത നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. അൻവാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സീ ശക്രോധതേ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇനിയും ഈ ഒരു ശ്ലോകം മുതലാണ്, 4ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാന് നിവൃത്തി മാർഗത്തിലേക്കുള്ള യാത്ര ഭഗവാന്റെ തുടങ്ങുന്നത്. അഥവാ ഭഗവാന്റെ അവതാരോദ്ദേശ്യം തന്നെ, മുഖ്യമായ ഉദ്ദേശ്യം അത് തന്നെയായിരുന്നു എന്ന് സാരം. കാരണം ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ ചുറ്റിനുമുള്ള പ്രപഞ്ചത്തിലെ പലതും നമ്മളെ പല തരത്തിലും മനസ്സിനെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ലക്ഷ്യം ആ ഭഗവത് പാദങ്ങളിലേക്ക് എത്തിച്ചേരുകയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതിന് വേണ്ട മാർഗത്തിലൂടെ ചരിക്കുകയാണ് വേണ്ടത്. അല്ല, ലക്ഷ്യം എന്താണ് എന്ന് നന്നായി ഉറച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള പാത കണ്ടുപിടിച്ച് അതുവഴി നമ്മുടെ സഞ്ചാരം നടത്തണം. പക്ഷേ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ പല ഇതിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ കാണണമെന്ന് വിചാരിച്ച് കാണുന്നതല്ല നമ്മുടെ ചുറ്റിനുള്ളതൊന്നും, നമ്മൾ അറിയാതെ നമ്മളെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ കേൾക്കണമെന്ന് വിചാരിച്ച് കേൾക്കുന്നതല്ല നമ്മുടെ ചുറ്റിനുമുള്ളതൊന്നും, നമ്മൾ അറിയാതെ നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും, നമ്മുടെ മൂക്കിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഗന്ധം നമ്മൾ അറിയണം എന്ന് വിചാരിച്ച് നമ്മൾ അറിയുന്നതല്ല. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഈ ബാഹ്യപ്രപഞ്ചത്തിലേക്ക് നമ്മളെ അങ്ങനെ വലിച്ചുകൊണ്ടുപോയി പലയിടങ്ങളിലും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഇന്ദ്രിയങ്ങളെ ഒക്കെ അടക്കിക്കൊണ്ട് ഈ സഹസ്രകവചൻ എന്ന അസുരനെ നിഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ എന്താണ് ചെയ്തത്? ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കാൻ ഭഗവാൻ എന്താണ് ചെയ്തത്? ആ നരനാരായണ മൂർത്തികൾ എന്താണ് ചെയ്തത്? അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ എങ്ങനെയാണ് അടക്കിയത്? അഥവാ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യപ്രപഞ്ചത്തിൽ നിന്നും വിട്ടുനിന്ന ആ നരനാരായണ മൂർത്തികളെ ഏതെല്ലാം തരത്തിലാണ് സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആ മനസ്സിൻ്റെ ഏകാഗ്രതയെ ഒന്ന് കമ്പനം കൊള്ളിക്കാൻ, വ്യതിചലിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിലെ മറ്റ് ശക്തികൾ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇനിയുള്ള കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതിൽ നിന്നും നമുക്ക് വലിയൊരു പാഠം ഇവിടെ ഈ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. 4ാമത്തെ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അൻവാചരൻ ഉപദിശന്നപി. ഇവിടെ അൻവാചരൻ, ഉപദിശൻ, അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് അൻവാചരൻ ഉപദിശന്നപി. അൻവാചരൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ നരനാരായണ മൂർത്തികൾ ഇവിടെ സഹസ്രകവചനെ വധിച്ചതിന് ശേഷം വീണ്ടും തങ്ങളുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ തുടർന്നും സഞ്ചരിക്കുക എന്നുള്ളതിനാണ് അൻവാചരൻ എന്ന് പറയുന്നത്. വീണ്ടും അങ്ങനെ ചരിച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഉപദിശന്നപി, അങ്ങനെ തുടർന്ന് സഞ്ചരിക്കുക മാത്രമല്ല, ഉപദിശന്നപി, ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. ലോകത്തിന് സൽമാർഗത്തെക്കുറിച്ചുള്ള സൽചിന്തകൾ പകർന്നു കൊടുക്കുകയും ചെയ്തു. പിന്നെയോ മോക്ഷധർമ്മം,
അങ്ങ് സഞ്ചരിച്ചത് മോക്ഷധർമ്മത്തിലാണ്. മോക്ഷമെന്ന ധർമ്മത്തിലേക്കുള്ള യാത്രയാണ് ഭഗവാന് ആ നരനാരായണ മൂർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. ത്വം അങ്ങ് ഭ്രാതൃമാൻ സഹോദരനോടൊപ്പം ഭ്രാതാവിനോടൊപ്പം ബദരികാശ്രമമധ്യവാൽസി. ബദരികാശ്രമം അധ്യവാൽസി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബദരികാശ്രമമധ്യവാൽസി. ബദരികാശ്രമം എന്ന് പറഞ്ഞാൽ ബദരികാശ്രമത്തിൽ, അധ്യവാൽസി അവിടെ അധിവസിച്ചു അഥവാ താമസിച്ചു. അപ്പോൾ ഈ സഹസ്രകവചനെ വധിച്ചതിന് ശേഷം നരനാരായണ മൂർത്തിമാർ നേരെ അവിടെ നിന്നും ബദരികാശ്രമത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബദരികാശ്രമത്തിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിയൊക്കെയും ഈ ലോകത്തിൽ ആ ലോകത്തിലുള്ള ജനങ്ങളോട് മോക്ഷധർമ്മത്തിലേക്കുള്ള പാത അതെങ്ങനെയാണ് അതിലൂടെ സഞ്ചരിക്കേണ്ടത്, അതിനു വേണ്ട ഉപദേശങ്ങൾ ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്, ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ് സഞ്ചരിച്ചത്. അങ്ങനെ സഞ്ചരിച്ച് ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ കയ്യിൽ ഒരു ദീപമുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിനുമുള്ളവർക്കും ദീപം പകരുന്നത് പോലെ ആ സാക്ഷാൽ നാരായണമൂർത്തിയുടെ ഭഗവാന്റെ അവതാര വേഷങ്ങളായിട്ടുള്ള അല്ലെ, ഭഗവാന്റെ വെറും വേഷം കെട്ട് മാത്രമാണ് നരനാരായണാവതാരം, സാക്ഷാൽ ഭഗവാനാണ്. അങ്ങനെയുള്ള ആ നരനാരായണ മൂർത്തിമാർ തങ്ങളുടെ ഉള്ളിലെ ആ ആത്മചൈതന്യത്തിൻ്റെ പ്രകാശം അത് തൻ്റെ ചുറ്റിനുമുള്ളവർക്ക് മോക്ഷധർമ്മത്തിലേക്കുള്ള മാർഗോപദേശമാക്കി ദീപം തെളിച്ചുകൊണ്ടാണ് അവർ ബദരികാശ്രമത്തിൽ എത്തിച്ചേർന്നത്. അങ്ങനെ അവിടെ ആ ബദരികാശ്രമത്തിൽ കുറച്ചു കാലം അങ്ങനെ വസിച്ചു. അവിടെ വസിച്ചുകൊണ്ട് അവർ നിരന്തരം ഈ ഒരു തപസ്സിൽ മുഴുകി വന്നു. കാരണം അവരുടെ ലക്ഷ്യം ആ പരമമായ ചൈതന്യത്തിലേക്ക് ഒരു മടക്കയാത്രയാണ്. അപ്പോൾ അതിന് സദാ ആ ഭഗവത് ചിന്തയിൽ നിരതരായിരിക്കണം എന്നുള്ളത് കാണിച്ചു തരികയായിരുന്നു ഇവിടെ. അതിന് ഈ തപസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ തോന്നുക കാവ്യവേഷമൊക്കെ ധരിച്ച് എവിടെയെങ്കിലും മാറിയിരുന്ന സദാ ധ്യാനനിരതനായിരിക്കുക. അത് മോശമെന്നല്ല, അത് പാടില്ല എന്നുമല്ല. പക്ഷേ നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ പോലും അത്രയും വളരെ ഗാഠമായ ആഴത്തിലുള്ള ഒന്ന് നടന്നില്ലെങ്കിൽ പോലും സദാ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ ഇത് അവിടുന്ന് ഭംഗിയായി നടത്തിത്തരണമേ എന്നൊരു ചിന്തയോടുകൂടി, ഇതൊന്നും എൻ്റെ കഴിവല്ല ഭഗവാനെ അവിടുന്നൊക്കെ നടത്തിത്തരണമേ, എല്ലാം ഭംഗിയാക്കി തരണമേ, എല്ലാം അവിടുത്തെ നിശ്ചയമാണ് നടക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി വിചാരത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ അതും തപസ്സായി മാറും. അത് സദാ ഉണ്ടാകണമെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നരനാരായണ മൂർത്തികൾ അങ്ങനെ ബദരികാശ്രമത്തിൽ പോയി കുറേ കാലം അവിടെ അങ്ങനെ തപസ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ശക്രോധ, ശക്രഹ, അധ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശക്രോധ. ശക്രഹ, ശക്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്. ആ ദേവേന്ദ്രൻ അധ അനന്തരം അങ്ങനെ കുറേ കാലമായപ്പോൾ ഈ ദേവേന്ദ്രന് ഒരു ഭയം തോന്നി. ഈ തപസ്സിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട്, അല്ലെങ്കിൽ അത്രയും ഉറച്ച തപസ്സിൻ്റെ അതിൽ നിന്ന് നേടുന്ന ഒരു ശക്തി കൊണ്ട് തൻ്റെ സിംഹാസനം അല്ലെങ്കിൽ ഈ ദേവേന്ദ്രൻ എന്നുള്ള പദവി തനിക്ക് നഷ്ടപ്പെടുമോ, ഇന്ദ്രലോകം നരനാരായണ മൂർത്തിമാർ കീഴടക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം അവരിലുണ്ടായി. കാരണം ഈ സഹസ്രകവചനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. അതും പറയട്ടെ, ചില ആചാര്യന്മാർ പറയാറുണ്ട് 1000 വത്സരം തപസ്സും 1000 വത്സരം യുദ്ധവുമാണെന്ന്. ചിലർ അല്ല, ഒരു സംവത്സരക്കാരിലുമാണ് ഇത് രണ്ടും മാറി മാറി ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സഹസ്രകവചൻ എന്നൊരു അസുരനെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം സാധിച്ച നരനാരായണ മൂർത്തിമാർക്ക് തൻ്റെ ഈ ലോകത്തെ, ഈ ഇന്ദ്രലോകത്തെ കീഴടക്കുക എന്ന് പറയുന്നത് നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ളത് കൊണ്ട് ദേവേന്ദ്രനുള്ളിൽ ഒരു ഭയം തോന്നിത്തുടങ്ങി. അതുകൊണ്ട്
എന്താ ചെയ്തത്? അനന്തരം ദേവേന്ദ്രൻ തേ അങ്ങയുടെ ശമ തപോബല നിസ്സഹാത്മാ, ശമ തപ, ശമവും തപസ് എന്നിവയിൽ നിസ്സഹാത്മാ, അതിൽ നിന്നും തപോബല നിസ്സഹാത്മാ എന്നിവയിൽ നിന്നുമൊക്കെ ആർജിച്ചെടുത്ത ഒരു ബലത്തിനു മുന്നിൽ നിസ്സഹായനായി. കാരണം അവിടെ ദേവേന്ദ്രന് ഭയം മാത്രമായി മാറി. അവിടെ ദേവേന്ദ്രൻ നിസ്സഹായനായി. ഒരു തരത്തിലും ഇനിയും ഈ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അത്രമാത്രം ദൃഢതയുള്ള ഉറപ്പുള്ള ഒരു തപസ്സിലാണ് ഇപ്പോൾ നരനാരായണ മൂർത്തിമാർ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും ആ തപസ്സിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ താൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ കിരീടം, തൻ്റെ ഇരിപ്പിടം, തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ, തൻ്റെ ലോകം നരനാരായണ മൂർത്തിമാർ കീഴടക്കാതെ ഇരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഒരു ബുദ്ധി തോന്നി. എന്താ? ദിവ്യാംഗന പരിവൃതം പ്രജിഘായമാരം. ദിവ്യാംഗന പരിവൃതം, ദിവ്യാംഗന എന്ന് പറഞ്ഞാൽ ദേവസ്ത്രീകൾ, അപ്സര സ്ത്രീകളാൽ പരിവൃതം ചുറ്റപ്പെട്ടവനായിട്ട്, പ്രജിഘായ, പ്രജിഘായ എന്ന് പറഞ്ഞാൽ പറഞ്ഞയക്കുക. കുറേ ദേവസ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായിട്ട് ആരെ പറഞ്ഞയച്ചു? മാരം, കാമദേവനെ പറഞ്ഞയച്ചു, മാരനെ പറഞ്ഞയച്ചു. എന്തിനാ? ഭഗവാനെ ഈ തപസ്സിൽ നിന്നും, ആ നരനാരായണ മൂർത്തിമാരെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട്, ആ തപസ്സിൽ നിന്ന് നേടിയെടുത്ത ബലത്തെ, ആ തപോബലത്തെ തൻ്റെ കായബലം കൊണ്ട് കീഴടക്കാനാവില്ലെന്ന് ദേവേന്ദ്രൻ തിരിച്ചറിഞ്ഞത് കൊണ്ട് ഇനിയും ആ തപസ്സിനെ ഇളക്കണമെങ്കിൽ, തപോബലം വർദ്ധിക്കാതെ ഇരിക്കണമെങ്കിൽ അതിന് ആ ഇന്ദ്രിയങ്ങളിലൂടെ നരനാരായണ മൂർത്തിമാരെ തനിക്ക് കീഴടക്കാമെന്ന് തോന്നിയത് കൊണ്ടാവാം ദേവേന്ദ്രൻ ഒരു ബുദ്ധി കാണിച്ചു. എന്താ? സാക്ഷാൽ കാമദേവനെ, അതിസുന്ദരികളായിട്ടുള്ള അംഗലാവണ്യമുള്ള ദേവസ്ത്രീകളാൽ, അപ്സര സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവനായിക്കൊണ്ട് ആ നരനാരായണ മൂർത്തിമാരുടെ സമീപത്തിലേക്ക് പറഞ്ഞയച്ചു. കാരണം ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ചുറ്റിനുമുള്ളവയിലേക്ക് വലിച്ചുകൊണ്ടു പോകുമ്പോൾ നമ്മൾ അറിയാതെയാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും വഴിമാറിപ്പോകുന്നതും പല അപകടങ്ങളിലും നമ്മൾ എത്തിപ്പെടുന്നതും. ഇവിടെ അതേ ഇത് തന്നെയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ തന്നെ ആ നരനാരായണ മൂർത്തിമാരെ തങ്ങളുടെ ആ തപസ്സിൽ നിന്നും ഒന്ന് പിൻവലിക്കാനായി ദേവേന്ദ്രൻ അതേ മാർഗം തന്നെയാണ് ഉപയോഗിച്ചത്. ഏതൊരു ഇന്ദ്രിയങ്ങളെയാണോ ഇതുപോലെയുള്ള ഭൗതിക പ്രപഞ്ചത്തിലെ യാതൊരു ഇന്ദ്രിയങ്ങളെ, ഇതുപോലെയുള്ള പ്രപഞ്ച ശക്തികൾക്ക്, ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. അത് ദേവസ്ത്രീകളായിക്കോട്ടെ, മറ്റുള്ള കാമദേവനെ പോലെയുള്ള മറ്റു മാർഗം, ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിഷ്പ്രയാസം തങ്ങളിലേക്ക് വലിച്ചു മാറ്റാൻ കഴിവുള്ള ഈ ഇത്തരം പ്രപഞ്ച ശക്തികളെ ഈ പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ആ ഭഗവാന്റെ നിർഗുണമായിട്ടുള്ള ആ സ്വരൂപത്തെ, ഭഗവാനെ ഒന്ന് വ്യതിചലിപ്പിക്കാൻ. നോക്കൂ, നമ്മുടെ ചുറ്റിനുമുള്ള പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നത് നമ്മുടെ 3 ഗുണങ്ങളിലൂടെയാണ്, അല്ലെ? സത്വരജസ് തമോ ഗുണങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ള പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ ബന്ധങ്ങളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകാനുള്ള ഉപാധിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതിനോട് നമ്മൾ ഒട്ടി നിൽക്കണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളാണ്. എന്നാൽ പ്രപഞ്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് അതിനുള്ള ഉപാധികൾ ഇന്ദ്രിയങ്ങളുമാണ്. പക്ഷെ ഇവിടെയാകട്ടെ ഭഗവാൻ 3 ഗുണങ്ങൾക്കും അതീതനാണ്, ഗുണാതീതനാണ്, ഗുണരഹിതനാണ്, നിർഗുണ പരബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഗുണങ്ങളിലൂടെ വശീകൃതമാകുന്ന ഇത്തരം പ്രപഞ്ച ശക്തികളെ ഉപയോഗിച്ച് ഭഗവാനെ തന്നെ ഒന്ന് വശീകരിക്കാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ മായ കൊണ്ട് വശീകരിക്കുന്ന ഭഗവാനെ വശീകരിക്കാൻ, ഭഗവാന്റെ തന്നെ
സൃഷ്ടികളായിട്ടുള്ള ഇത്തരം പ്രപഞ്ചശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ദേവേന്ദ്രൻ നമുക്കൊക്കെ നമ്മളെ കാണിച്ചു തരികയാണ്. നമ്മളുമൊക്കെ ഇതുപോലെയാണ്, ഇത്തരത്തിലുള്ള മൂഢത്വത്തിൽ ജീവിക്കുന്നവരാണ്. സ്ഥാനമാനങ്ങൾ, കിരീടം, അംഗീകാരങ്ങൾ, മറ്റുള്ള ഭൗതികമായ നേട്ടങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഭഗവാനെ പലപ്പോഴും വിലക്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? നമ്മൾ പലതും ഭഗവാന് ഓഫർ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ഭഗവാനെ ചെയ്യാം, എനിക്കിത് സാധിച്ചു തരണേ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം സൃഷ്ടാവായിട്ടുള്ള ഭഗവാൻ ഓരോ സൃഷ്ടിയും എങ്ങനെയാവണം, എന്താവണമെന്ന് താന്താങ്ങളുടെ പൂർവജന്മ സംസ്കാരത്തിൽ നിന്നും ആർജിച്ച ഗുണങ്ങൾക്ക് അധിഷ്ഠിതമായി ഭഗവാൻ മുന്നേ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള, അത് തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി, ഒരു വിവേകം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ട് നമ്മളുമൊക്കെ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ വിലക്കെടുക്കാൻ നോക്കുന്നവരാണ്. അത് തന്നെയാണ് ഇവിടെ ദേവേന്ദ്രനും ചെയ്യുന്നത്. ദേവേന്ദ്രനും ഭഗവാനെ ഇതുപോലെയുള്ള ഭഗവാന്റെ തന്നെ സൃഷ്ടികളിലൂടെ, ഈ പ്രപഞ്ചശക്തികളിലൂടെ ഭഗവാനെ വിലക്കെടുക്കാൻ നോക്കുകയാണിവിടെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അൻവാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാത്സി ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം. ഇനി നമുക്ക് ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അൻവാചരന്നുപദിശന്നപി, അവിടെ രണ്ടിനായും കൂട്ടക്ഷരമാണ്, ഇച്ചിരി കട്ടിയിൽ വായിക്കുക. അതേപോലെ ഉപദിശന്നപി, ആദ്യത്തെ നായ്ക്ക് ഉകാരം കൊടുക്കുക, രണ്ടാമത്തെ നായ്ക്ക് അപി ആണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ മോക്ഷധർമ്മം കാഷ, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതിൽ ബദരികാശ്രമമധ്യവാത്സി, അവിടെ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. അതേപോലെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ശമതപോബല നിസ്സഹാത്മാ, അതും ചേർത്ത് വായിക്കണം. ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി നോക്കാം. അഥ ത്വം ഭ്രാതൃമാൻ മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ അപി ബദരികാശ്രമം അധ്യവാത്സീഹി അഥ ശക്രഃ തേ ശമതപോബല നിസ്സഹാത്മാ മാരം ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ. ഒന്നുകൂടി പറയാം. അഥ ത്വം ഭ്രാതൃമാൻ മോക്ഷധർമ്മം അന്വാചരൻ ഉപദിശൻ അപി ബദരികാശ്രമം അധ്യവാത്സീഹി അഥ ശക്രഃ തേ ശമതപോബല നിസ്സഹാത്മാ മാരം ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ. നമ്മൾ കഴിയുന്നത്ര അത് കുറയ്ക്കാൻ നോക്കിയാലും വീഡിയോ ലെങ്തി ആവുന്നുണ്ട് എന്നറിയാം. കഴിയുന്നത്ര ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഹരേ കൃഷ്ണ.